ഈ ഉപ്പേരി കൂടി വെക്കാണ്ടല്ലേ അമ്മേ? കായ ചേരി കായാണ് ഉപ്പേരി. ഉപ്പേരി ചേന മുറുക്കിയതാ. ഇത് കഴിയാ എന്താ വെച്ചാൽ ചൊറിയണ്ടല്ലോ ഒന്നിച്ചിട്ട് അതിന് ഇത് കഴിയിരിക്കാം. നോക്കിക്കോളുന്നത്. പിന്നെ എന്തൊക്കെയാ പൊട്ടത്തറ കാണിക്കുക? എന്ത് പൊട്ടത്തറ കാണിക്കുക? എന്താ വഴുതനങ്ങ നോക്കിക്കോളൂ ആദ്യം. കൂട്ടാനൊക്കെ അരച്ച് വെച്ചു. ഇനി അത് കഴിഞ്ഞ മാങ്ങക്കറി. കളറ് കുറച്ച് കുറഞ്ഞു അമ്മു ഇതുണ്ടാക്കിയപ്പോ. കാശ്മീരി ഞട്ടു. പക്ഷെ ഒരു കാര്യം കഴിഞ്ഞ് മുത്തശ്ശി കൊണ്ടുവന്ന കടുമാങ്ങയുടെ മുളക് പൊടി നമുക്ക് ലേശം എടുക്കാം. അപ്പൊ നല്ല കളർ കിട്ടും. അങ്ങനെ ചെയ്യാം. ആദ്യത്തെ ഇക്കൊല്ല താഴത്തെ മാങ്ങക്കറി അല്ലേ? മാങ്ങയതിന് ശേഷം ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കണ്ണിമാങ്ങയുടെ പരിപാടി ഉണ്ട്. കുഞ്ഞി കണ്ണിമാങ്ങ വന്നിട്ടുണ്ട്. കൊറേ കൂട്ടുകാർ ചോദിച്ചിരുന്നു. ആ വില എത്രയമ്മേ? പ്രാവശ്യം കൂടിയോ? പറഞ്ഞു 110 അല്ല കിലോന്. പക്ഷെ അത് ഒരിടയ്ക്ക് 150 ഉണ്ടായില്ലേ കഴിഞ്ഞ കൊല്ലം? ഓർമ്മല്ലേ? 140 കുറച്ച് കുറവാ തോന്നുന്നു. 110 കഴിഞ്ഞ കൊല്ലം ഉണ്ടായിരുന്നു ഇതേപോലെ. 120 ചിലവടം 130 ഉണ്ടായിരുന്നു. വല്ലാതല്ലേ എന്നാലും പ്രാവശ്യം. പിന്നെ കുഞ്ഞി കണ്ണിമാങ്ങ. അയ്യോ നേരെയൊക്കെ നല്ല പണി കേട്ടോ. കണ്ടപ്പോ തന്നെ ഇന്നലെ അരിയേട്ട നമുക്ക് എപ്പോഴാ കൊണ്ടുത്തന്നറിയോ? ഒരു 9 മണിയൊക്കെ ഉണ്ടാവും. അപ്പൊ ഞാനിട്ട് പറഞ്ഞു നമുക്ക് ഈ പണിയും കഴിഞ്ഞ് നേരത്തെ നീക്കൊക്കെ വേണ്ട. അപ്പൊ ഞാൻ മുത്തശ്ശിയോട് പറഞ്ഞു അമ്മ നമുക്ക് നാളെ ചെയ്താ പോരെ ചോദിച്ചു. അപ്പൊ മുത്തശ്ശി ഭാഗ്യം കൊണ്ട് ആന്ന് പറഞ്ഞു. പിടിച്ചോളൂ ഭംഗിക്ക്. അരച്ചത് കൂട്ടാന്റെ ഉണ്ടാക്കിയില്ലേ കൂട്ടാൻ? മാങ്ങയില് എന്താണ് വെള്ളമൊക്കെ തളിച്ച് വെച്ച് പോയില്ലേ? അരിയേട്ടൻ വെള്ളമൊക്കെ ഒഴിച്ചു. വാടണ്ട. ഇനിയിപ്പൊ ഈ പണിയൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് അത് തുടങ്ങാൻ. കുറച്ച് നേരത്തെ പണികൾ ഉണ്ട്. ഇന്ന് കൊറേ ഉണ്ട്. ഇത് കഴുകി വെച്ചു. കായും കൂടി കഴുകി വരട്ടെ. തണുക്കുണ്ട് അമ്മു. എന്തൊക്കെ വിഭവങ്ങള്? രസകാളൻ, എരിശ്ശേരി, ചേനയും കായും ഉപ്പേരി, പപ്പടം, മാങ്ങാക്കറി, കഠിന പായസം. ചക്കയാണോ എരിശ്ശേരി? അല്ല ചേനയും കായും. എന്താ ചക്ക നമുക്ക് എവിടുന്ന് കിട്ടാനാ? ചക്കയൊക്കെ ഇനി തണുപ്പിന് ഇങ്ങനെ ആയിട്ട് വേണം. നമ്മളെ മാവത കൊറേ പൂത്തിട്ടുണ്ട്. അപ്പൊ മുത്തശ്ശി പറഞ്ഞേ ഇപ്പൊ പൂവിട്ടിട്ടല്ലേല്ലോ. അപ്പൊ നമുക്ക് നേരത്തെ കാവിന്റെ അടുത്ത് മാവുണ്ട് പൂത്തിട്ട്. അത് നാടമാവാ? നാടമാവാനാണ് സാധ്യത. ഞങ്ങള് ഇങ്ങനെ മാവ് തന്നെ ഉണ്ടാവുന്നല്ലേ. നമ്മളെ ഈ മാവ് എന്താ അറിയോ? പഴുതാ പറ്റില്ല. ചോളയും കൊണ്ട് കഴിക്കാൻ തന്നെ പറ്റില്ല. എന്തായാലും നമുക്ക് കടുമാങ്ങയ്ക്ക് ഇട്ട് നോക്കാം. നമ്മളെ മാവ് ഉണ്ടാക്കി പൊട്ടിച്ചിട്ടുള്ള കടുമാങ്ങ ഇല്ലാത്ത കാലത്ത് ഒരു സാധാവും. അതെ അതെ അത് നല്ലതാവുമല്ലോ. അത് നമുക്കത് കഴിച്ചു നോക്കണം എന്തായാലും ഉണ്ടാക്കിയിട്ട്. പൂവൊന്നും കൊഴിഞ്ഞു പോവാഞ്ഞാ മതി കേട്ടോ. മഴയും മഴക്കാലത്ത് വന്നാ ശശി അർത്ഥമില്ലേ? ചേർന്ന് കഴിക്കും. മാങ്ങോട്ടിക്കാൻ മതിൽമ കയറുന്ന കിട്ടുമല്ലോ. താഴത്ത് വിടാൻ പാടില്ല. താഴത്ത് വീണാൻ പറ്റില്ല. ഇവിടെ കണ്ണേ കാണില്ല. ഞാൻ അത് അങ്ങോട്ട് വെക്കാം. കാണാല്ലെങ്കിൽ ഇങ്ങോട്ട് വെച്ചിട്ട് കുക്കറിൽ ഒരു വിസിലടിച്ചാൽ മതിയാവും. നമ്മളെ ഈ ടേബിൾ ഷീറ്റ് അത് നീ ആക്കിയിട്ടില്ലല്ലേ? ഇന്ന് ഒട്ടിക്കാൻ പറയാം. ഇന്ന് മാറ്റാം. സംഭവം എന്ന് വെച്ചാൽ വലിയ കുഴപ്പമായിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷെ ഞങ്ങള് ഒരു ഷോർട്ട് വീഡിയോ ഇട്ടപ്പോ ഒരു കമന്റ് കണ്ടായിരുന്നു ഡേർട്ടി ആണ്. വൃത്തിയില്ല തീരെ. അപ്പൊ എന്തായാലും അത് മാറ്റാം. ഈ കളർ ഇങ്ങനെ അതെന്താ പറയാ ഇത് കൊറേ വർഷമായില്ലേ. അപ്പൊ അതിന്റെ അതിങ്ങനെ അല്ലാതെ വേറെ ഇതിലൊന്നും ഇല്ല കേട്ടോ. ഇതിങ്ങനെ ലൈറ്റ് കളറ് പോയതാണ് കൊറേ. അപ്പൊ അങ്ങനെ പിന്നെ നമ്മുടെ കുറേശ്ശെ ഒരു ഡാമേജ് വന്നു. ഇപ്പൊ ആയത് ആദ്യം നമുക്ക് ഊണ് കഴിക്കാറുമ്പോഴേക്ക് മാറ്റണം. അതെ. അപ്പൊ എന്തായാലും അങ്ങനെ ഓരോരുത്തര് നമുക്ക് നല്ല നല്ല പറഞ്ഞു തരുന്നതിന് സന്തോഷം ചെയ്യാലോ. ലവിന്റെ പൊട്ട് തിരിച്ചു. നമുക്ക് ലവ് ഇല്ല. ലവ് ഉണ്ടമ്മോ? അയ്യോ ലവ് ഇല്ല. ഞാൻ ഏതായാലും ഞാൻ വേഗം മാറ്റണതാണ്. തിരിച്ചു. ഈ കുഞ്ഞാണ്ടല്ലോ, കുഞ്ഞായ്ക്ക് എന്താ പരിപാടി അറിയോ? എന്റെ പൊട്ടെടുത്തോണ്ടോ അമ്മ വാങ്ങിയത്. അതുകൊണ്ട് അവിടെ കണ്ടിട്ട് പറയണേ അച്ചോളെ ഇത് അച്ചോളെ പൊട്ടല്ല, ഇത് പിന്നെ വാവയുടെ പൊട്ടാണ് പറഞ്ഞിട്ട് ഇന്നലെ എടുത്തുകൊണ്ടേ. അപ്പൊ പിന്നെ അമ്മൂനോട് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ അതിനറിയില്ല. ഇവിടുന്ന് അത് അങ്ങോട്ട് മാളെടുത്ത് കൊണ്ടുപോകുമ്പോ അതിന്റെ വിചാരം എന്താ അറിയോ? വാവയുടെ പൊട്ടാണ്. മാളും തൊടലുണ്ട്. അതുകൊണ്ടാണ് എല്ലാരും നമ്മളിപ്പോ ഒരു പൊട്ട് വാങ്ങി എല്ലാവരും തൊടും. കറുപ്പ് പൊട്ടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. പക്ഷെ കറുപ്പ് തൊടരുത് എന്ന് പറഞ്ഞു ചിലവരൊക്കെ. പിന്നെ എന്റെ ചൂട്ടപ്പൊട്ട് പിന്നെ ആരും തൊടില്ല. അത് തൊടണോ തൊടാത്തതും ബലമൊന്നും ഒരു ഇത്രേ ഉണ്ടാവുള്ളൂ. പിന്നെ അത് തൊടാറില്ല.
ഇനിയിപ്പൊ പണികളൊക്കെ എന്നാ ഉണ്ട്. വേഗം നോക്കിക്കോളൂ, ഞാൻ എന്നാ കുറച്ച് കഴിഞ്ഞിട്ട് വരാം. 11 ആകുമ്പോഴേക്കൊക്കെ ആവണം. അപ്പൊ ഇനി നമ്മൾ ഓരോന്ന് ചോറ് അവിടെ അടുപ്പത്ത് അവിടെ വെക്കണ്ട് കേട്ടോ. ആ നീ അത് ആയി കഴിഞ്ഞതിന് ശേഷം കാണിക്കാം ഞാൻ. അതെ, ഇനി ഓരോന്ന് ഉണ്ടാക്കട്ടെ. ഓക്കെ, അയ്ക്ക് പൊന്നിരി കേട്ടോ. അതൊന്നും പറഞ്ഞാ ശരിയല്ല. 5 കിലോ അരി എടുത്തിട്ടുണ്ട്. 1 കിലോ കൂടെ എത്ര ആളുണ്ടമ്മേ? പൊന്നിരി ആവുമ്പോ കുറയും. 9 ആൾ ഒന്നും 8-9 എന്തായാലും 7 കൂട്ടാല്ലേ? 8 കൂട്ടി. നമ്മളെ മോരൊഴിച്ച് കൂട്ടാനൊക്കെ റെഡി ആയി കേട്ടോ. രസകാളൻ മോരൊഴിച്ച് കൂട്ടാൻ. ചിലവർക്ക് രസകാളം അറിയില്ലേ, അപ്പൊ അതുകൊണ്ടാണ് മോരൊഴിച്ച് കൂട്ടാൻ, അതായത് രസകാളനൊക്കെ റെഡിയായി. എന്താ ഉലുവ പറത്ത് പൊടിച്ചൊക്കെ ചേർത്തിട്ടുണ്ടല്ലേ, അതിൻ്റെ ഒക്കെ ഒരു വാസന ഊണയിക്കാൻ തോന്നുന്നു. ഏതാ ചേനയും കായും ഉപ്പേരി, മെഴുക്ക് വരട്ടി. മെഴുക്ക് വരട്ടിയിൽ അത്യാവശ്യം മെഴുക്കൊക്കെ ഉണ്ട്. അതെ, മെഴുക്ക് വെച്ചിരുന്നു നല്ലോണം മുത്തശ്ശി. നമുക്ക് എരിശ്ശേരി, കഠിന പായസവും ഇങ്ങോട്ട് കൊണ്ടുവരാട്ടോ. ഒക്കെ അല്ല, ഞാൻ അങ്ങോട്ട് വരാം. അല്ല, പായസം അപ്പുറത്തേക്ക് എടുത്തിട്ട് വരട്ടെ. കഠിനപ്പായസം. മാങ്ങക്കറി കുറച്ച്. മാങ്ങക്കറി കാണിക്കൂ അങ്ങോട്ട് ലേറ്റ്. അപ്പൊ അതാ മാങ്ങക്കറി റെഡി. അതൊക്കെ റെഡി ആയി കേട്ടോ, മാങ്ങക്കറി ഒക്കെ. ഇനി നമുക്ക് ഓരോന്ന് പാത്രത്തിലാക്കാം കേട്ടോ. എരിശ്ശേരി ഉണ്ട്, എനിക്ക് ഉപ്പേരി നല്ല ഇഷ്ടായി. ഉപ്പേരി നല്ല മെഴുക്ക് പുരട്ടിയുണ്ട്. ഭംഗിയുണ്ട്, അതെ, ടേസ്റ്റ് ഉണ്ട് അല്ലേ. എരിശ്ശേരി ഇതാ, ഇതൊന്ന് പാത്രത്തിലാക്കണം. നാളികേരം ഇതിൽ തന്നെ വറുത്തത്, എന്നിട്ട് പിന്നെ ഇതിലിട്ട് ഇളക്കിയെന്നേ ഉള്ളൂ. ഇനി അതും കൂടെ ഒന്ന് ആക്കട്ടെ കേട്ടോ. അപ്പം അമ്മ സെറ്റ് മുണ്ടൊക്കെ എടുത്തിട്ട് റെഡി ആവാൻ പോയിട്ടുണ്ട്. കൊണ്ടേ കൊടുക്കാൻ പോകുമ്പോൾ വണ്ടി വരികയായി. അപ്പം ഇനി എല്ലാവർക്കും ബായ്. ഇന്ന് ചെറിയൊരു വീഡിയോ ഉള്ളൂ കേട്ടോ. ഇനി മാങ്ങപ്പണി ഉണ്ട്, ഇത് കഴിഞ്ഞിട്ട് വേണം അതിന് തുടങ്ങാൻ വേണ്ടിയിട്ട്. അപ്പം എല്ലാവർക്കും ബായ്.